നമ്മുടെ നാട്ടിലെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ചിട്ട്, നാട്ടിലെ രീതികളനുസരിച്ച്, നാട്ടു നടപ്പനുസരിച്ച് കൊള്ളാവുന്ന ഒരു വീട് എന്ന് പറയുന്നത് ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ് എല്ലാവരും കണക്കിലെടുക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വീട് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് താമസിക്കാനുള്ള ഒരു ഇടം എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ വീട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കൊള്ളാവുന്ന സൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട ഒരു വീട് ഉള്ള ആൾക്ക് സമൂഹത്തിൽ ഒരു പ്രത്യേക അംഗീകാരം എപ്പോഴും കിട്ടാറുണ്ട്. വളരെ ചെറിയ വീട്ടിൽ നിന്ന് ഒരു മീഡിയം വീട്ടിലേക്കും അവിടെ നിന്ന് പിന്നീട് കുറച്ചുകൂടി വലിയ വീട്ടിലേക്കൊക്കെ മാറിയ സമയത്ത് ആളുകൾക്ക് നമ്മളോട് ഉള്ള, അല്ലെങ്കിൽ ആളുകൾ നമ്മളോട് കാണിക്കുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ആ ഒരു വ്യത്യാസം കൃത്യമായിട്ടും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളായതുകൊണ്ട് ആണ് ഈ കാര്യം പറയുന്നത്. വീട് മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അവിഭാജ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വീട് തന്നെയാണ്. 2007 നവംബർ മാസം 1-ാം തീയതി ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ചെറിയ വീട്ടിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള വീട്ടിലേക്ക് താമസം മാറുന്ന സമയത്ത് മനസ്സിലുണ്ടായത് വലിയ സന്തോഷവും വലിയ അഭിമാനമായിരുന്നു. വലിയ നേട്ടം കൈവരിച്ച ഒരു സന്തോഷമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. കാരണം ഒരു വീട് എന്ന് പറയുന്നത് അത്രയും നമ്മളുടെ നാട്ടിലെ ജീവിത രീതി അനുസരിച്ചിട്ട്, സാമൂഹിക കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ട് അത്രയ്ക്കും പ്രാധാന്യമുള്ളൊരു ഘടകമായിരുന്നു എന്നുള്ളത് ഞങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞത് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിനു ശേഷമാണ്. പുതിയ വീട്ടിലേക്ക് താമസം മാറിയതോടെ നമ്മളുടെ സന്തോഷവും അഭിമാനവും ഒക്കെ ആകാശത്തോളം ഉയർന്നു എന്ന് പറയുന്ന പോലെയായി. നമ്മൾ വീടിൻ്റെ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് വീടിൻ്റെ സിറ്റ് ഔട്ടിലെ ഒരു ചാരുപടിയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചാരുപടിയൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീടിൻ്റെ ആ ഏരിയയിൽ ആദ്യമായിട്ട് സെറ്റ് ചെയ്തത് ഞങ്ങൾ വീട് വെച്ച സമയത്താണ്. ആ ചാരുപടിയിലൊക്കെ വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളോ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ വീടിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഒന്ന് വിഷ് ചെയ്യുമ്പോൾ കൈയൊക്കെ പൊക്കി കാണിക്കുന്ന സമയത്ത് വലിയ അഭിമാനമായിരുന്നു. നമുക്ക് വലിയ സന്തോഷമായി. നമ്മളുടെ ഒരു കൊച്ചു വീട്ടിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യത്തിലേക്ക് മാറിയപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും, അച്ഛനും അമ്മയും ഞങ്ങൾ 3 പേരും വളരെ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 2010 എൻ്റെ അനിയനെ പോലീസിൽ ജോലി കിട്ടി. തൊട്ട് താഴെയുള്ള അനിയനെ പോലീസിൽ ജോലി കിട്ടി. അതിൽ താഴെയുള്ള അനിയൻ ഡ്രൈവിംഗ് മേഖലയിൽ തന്നെ അവൻ്റെ ജോലി തുടർന്നു. 2011 ആരംഭത്തിൽ എനിക്ക് മധ്യപ്രദേശിൽ ബിന റിഫൈനറി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി കിട്ടി. ഞാൻ അങ്ങോട്ട് മാറി. 2011 പകുതിയായപ്പോഴേക്കും വിവാഹ ആലോചനകൾ ആരംഭിച്ചു. പ്രണയവിവാഹമായിരുന്നു. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കഥകൾ പറയാനുണ്ട്. കല്യാണത്തിൻ്റെ ആലോചനകൾ ഗംഭീരമായതോടെ വീടിൻ്റെ ബാക്കിയുള്ള മെയിൻ്റനൻസ് തീർക്കാം എന്നുള്ളൊരു ധാരണയിലായി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരുമിച്ച്, 3 പേർക്കും ജോലിയുണ്ട്, 3 പേർക്കും വരുമാനമുണ്ട്. അച്ഛനും അമ്മയും അപ്പോഴേക്കും ഞങ്ങൾക്കുണ്ടായിരുന്ന ചായക്കടയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വീട്ടിലെ ചെറിയ ജോലികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ഞങ്ങൾ 3 പേരുടെയും വരുമാനം കൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ഒരു ലോൺ എടുത്തു. അത് എല്ലാവരും കൂടി ഒരുമിച്ച് അടച്ചു തീർക്കാം എന്നുള്ളൊരു പ്ലാനിലൊക്കെ ലോൺ എടുത്ത് വീടിൻ്റെ ടൈൽസ് പണി ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വർക്കുകളും തീർത്ത് 2011 നവംബർ മാസത്തിലായിരുന്നു എൻ്റെ കല്യാണം നടന്നത്. കല്യാണം കഴിഞ്ഞു. 2012 ഫെബ്രുവരി മാസത്തിൽ ഞാൻ അബുദാബിയിൽ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തു. അതിനെ തുടർന്ന് എൻ്റെ ഫാമിലി ഇങ്ങോട്ട് പോന്നു. 2013 രാമനും ലക്ഷ്മണും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 2013 അവസാനത്തോടുകൂടി പോലീസുകാരനായിട്ടുള്ള അനിയന് വിവാഹാലോചനകൾ തുടങ്ങി. അവന് വിവാഹാലോചന തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അവൻ്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ 2 പുതിയ വീടുകളിൽ നിന്നുള്ള സ്ത്രീകളാണല്ലോ ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവർ തമ്മിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണല്ലോ, ചേട്ടൻ്റെ അനിയൻ്റെ ഭാര്യമാർ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഗുസ്തിയൊക്കെ തുടങ്ങുന്നൊരു പതിവ് രീതികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഗുസ്തികളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു വീട് വെച്ച് മാറി താമസിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിരുന്നു. 2014 ഞങ്ങൾ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. 2014 നവംബർ മാസത്തിലാണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. 2016 ഏപ്രിൽ മാസം അവസാനം ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് കുറച്ച് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ തറവാട് വീടിൻ്റെ, ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു വീടിൻ്റെ ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഭാഗത്ത് ഒരു കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് പുതിയ വീട് വെച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് താമസം മാറി. 2016 ഏപ്രിൽ മാസം അവസാനമാണ് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത്. അതിന് മുൻപ് 2016 ജനുവരി 6-ാം തീയതി ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി കടന്നു വന്നു, നിരഞ്ജൻ. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ തറവാട് വീട്. എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ചേട്ടനനിയന്മാരും ബന്ധുമിത്രാദികളും എല്ലാവരും ഒരുമിച്ച് ചേരുന്നൊരു ഇടം ഈ വീടാണ്. 2018 പോലീസുകാരനും പുതിയൊരു വീട് വെച്ച് അവൻ്റെ വീട്ടിലേക്ക് താമസം മാറി. ഞങ്ങളുടെ 2 പേരുടെയും വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഞങ്ങൾ
തറവാട്ട് വീട്ടിൽ നിന്ന് പുതിയ വീടുകളിലേക്ക് മാറിയ സമയത്ത് തറവാട് വീട് അതിൻ്റെ മെയിൻ്റനൻസുകളെല്ലാം ഒരിക്കൽ കൂടി തീർത്ത് ഭംഗിയാക്കി ഏറ്റവും ഇളയ അനിയന് ഞങ്ങൾ നൽകി. പുതിയ വീടിൻ്റെ വിശേഷങ്ങളും ബാക്കിയുള്ള കഥകളൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് വീണ്ടും കാണാം.